Hi all, I'm Neha, Assistant Professor BCA Cloud Technology and Information Security Management at St. Teresa's College. So we have already covered different tools used in computer forensics and skills of forensic investigator. So next topic is first investigation process. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സാണ്. അതിനകത്ത് കുറച്ച് മീൻസ് വേറെയും ടോപ്പിക്സുകൾ ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. So these are the contents. So first investigation process include first responder procedure, first response basics, preparation for the first response. So let's begin with the topic, first investigation process. So today, every crime scene now include one or more piece of digital evidence in the form of mobile phones, laptops, desktop, tablets, or any other device. So performing a proper forensic analysis on this type of evidence can take time, but it's often decisions and actions taken during the initial evidence collection that can make or break the case. സോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അവസാനം കേസിൽ നമ്മൾ ഇപ്പം ഈ എവിഡൻസ് സ്ട്രോങ് ആണോ, ഇല്ലെങ്കിൽ നമ്മളിപ്പം ഓപ്പോസിറ്റ് ടീം വന്നിട്ട് അവർ ജയിക്കുമോ, അല്ലെങ്കിൽ ഈവൻ ക്രൈം നടത്തിയ ആൾ തന്നെ ജയിക്കാനുള്ള ചാൻസസ് ഇവിടെ കൂടുതലാണ്. സോ നമ്മുടെ എവിഡൻസ് കളക്ഷൻ ആൻഡ് അതിനകത്ത് നമ്മൾ എത്രത്തോളം ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എല്ലാത്തിനും ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു കേസ് അവസാനം ഈവൻ ചിലപ്പം കൾപ്രിറ്റ് ആയിരിക്കും ലാസ്റ്റ് വന്നിട്ട് വിൻ ചെയ്തു എന്ന് വരെ വരാം. സോ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് കേസ് സ്റ്റഡി എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. So let's begin with first responder procedures. So a successful forensic investigation depends upon the response provided by officers during the first interaction with the system. So this is called first response, and people who provide the first response are called first responders. So when an incident has been identified and reported, the first responder, the person who is first to arrive at the incident place, starts the basic investigation. So ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ആൾ ഒന്നില്ലെങ്കിൽ ഒരു ലോക്കൽ സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എംപ്ലോയി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ ആയിരിക്കാം. സോ ഇവർക്കാണ് ആ ഒരു എവിഡൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉള്ളത്. സോ ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന വ്യക്തി ചുമ്മാ ഒരു ആൾക്ക് പോയിട്ട് ആ എവിഡൻസ് കളക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. അയാൾക്ക് കുറച്ച് നോളജ്, സ്കിൽസ് ആൻഡ് അതിനെ കുറേ നമ്മുടെ കറൻറ്റ് ലോസ് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. സോ ഈ ഫസ്റ്റ് റെസ്പോണ്ടർ ഹാവ് സർട്ടൻ നോളജ് ഓഫ് വേരിയസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ആപ്ലിക്കേഷൻസ്, ഡേറ്റാബേസസ്, നെറ്റ്വർക്ക് ഡിവൈസസ് എക്സെട്ര. അത് റിക്വയർഡ് ആണ്. ദെൻ it is also necessary to have an understanding of how and where evidence is stored by various OS or application or network devices. So അതേപോലെ volatile and non volatile മെമ്മറിയിലൊക്കെ എവിടെയാണ് ഈ എവിഡൻസ് ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതിനെ പറ്റിയൊരു നോളജ് അവർക്ക് വേണം. ദെൻ അതേപോലെ തന്നെ അവർക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈബർ ലോസ്. ഇപ്പം എവിഡൻസിനെ എങ്ങനെ അക്വിസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലോസ് ഉണ്ട്. ഇപ്പം അത് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല, ഗ്ലൗസ് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് ഉണ്ടല്ലോ. സോ അതെല്ലാം അറിയുന്ന ഒരു വ്യക്തിയായിരിക്കണം. ദെൻ they are aware of forensic principles also. നമ്മൾ നേരത്തെ പഠിച്ച എവിഡൻസ് ഇൻറ്റഗ്രിറ്റി, ചെയിൻ ഓഫ് കസ്റ്റഡി, അഡ്മിസിബിലിറ്റി ഓഫ് എവിഡൻസസ്. സോ ഇതിനെയൊക്കെ പറ്റി നല്ലൊരു നോളജ് ഉള്ള ഒരു വ്യക്തിയും കൂടെ ആയിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. So next is first response basics. So first response basics is mainly required to avoid the damage of potential evidence. And അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡാമേജ് വരുന്നത് മാക്സിമം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോൺസ് ബേസിക്സ്. അതിനകത്ത് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. എ ക്വാളിഫൈഡ് ഫോറൻസിക് അനലിസ്റ്റ് ഓർ ദ ഫസ്റ്റ് റെസ്പോണ്ടർ ഷുഡ് കളക്ട് എവിഡൻസ് ഫ്രം എനി ഇലക്ട്രോണിക് ഡിവൈസ് ഓർ മീഡിയ ദാറ്റ് ഹോൾഡ്സ് ഇലക്ട്രോണിക്കലി സ്റ്റോർഡ് ഇൻഫർമേഷൻ. സോ എന്ത് ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്തിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഏത് മീഡിയയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫോറൻസിക് അനലിസ്റ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് റെസ്പോണ്ടർ, അതായത് ഒരു അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനെ ആര് വേണമെങ്കിലും ആവാം. സോ അവർക്ക് മാത്രമേ പക്ഷേ അത് കളക്ട് ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ആൻഡ് ദെൻ any data stored in various collected electronic devices or media is potential evidence. സോ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്ത് എവിഡൻസ് ആണെങ്കിലും അത് പൊട്ടൻഷ്യൽ എവിഡൻസ് ആണ്. Then any attempts to collect or recover data by an untrained person could affect the evidence integrity. So untrained person അത് കളക്റ്റോ അല്ലെങ്കിൽ റിക്കവറോ ചെയ്യുന്നത് ചിലപ്പോൾ എവിഡൻസ് ഇൻറ്റഗ്രിറ്റിക്ക് ചേഞ്ചസ് വരാൻ ചാൻസസ് ഉണ്ട്. ബിക്കോസ് അത് ചിലപ്പം കോർട്ട് ഇൻഅഡ്മിസിബിൾ ആണെന്ന് പറയേണ്ട ഒരു സാഹചര്യം വരും. So then protect the crime scene and maintain the integrity of the evidence. So നമ്മൾ എവിഡൻസിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രൈം സീൻ ഫസ്റ്റ് തന്നെ
പ്രൊട്ടക്ട് ചെയ്യണം. പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും വന്ന് കയറാനോ എടുക്കാനോ ഒന്നും പറ്റില്ല. സോ ഇത്രയാണ് ഫസ്റ്റ് റെസ്പോൺസ് ബേസിക്സ്. So next is role of a first responder. The first responder plays an important role in the computer forensic investigation procedure. So once the crime has been established, the first responder must then set up a perimeter to contain it. So protecting the crime scene requires blocking of the area where evidence resides. So until a crime scene has been processed, all non-investigating persons should be prevented from entering the area, and those present at the time of the incident should be documented. So അവിടെ പ്രസന്റ് ആയിരിക്കുന്നവരുടെ ഡോക്യുമെന്റ് ചെയ്യും, അല്ലാത്തവരെ നമ്മൾ പുറത്ത് വിടും. മീൻസ് മാക്സിമം പുറത്തുനിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് കയറുന്നത് നമ്മൾ എന്റർടൈൻ ചെയ്യില്ല. And then first responder must not touch anything contained in the crime scene. So അവിടെയുള്ളതൊന്നും ഫസ്റ്റ് റെസ്പോണ്ടർക്ക് ടച്ച് ചെയ്യാനുള്ള അനുവാദമൊന്നുമില്ല. അത് നമുക്കറിയാം, ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്ത് അതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട്. Then preserving volatile evidence is another responsibility of the first responder. So നമ്മൾ volatile ആയിട്ടുള്ള എവിഡൻസ് പ്രിസർവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് മാക്സിമം പ്രിസർവ് ചെയ്യുന്നത് വേറെ ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ഫസ്റ്റ് റെസ്പോണ്ടറിൻ്റെ. ആൻഡ് ദെൻ ഇതിൻ്റെ കൂടെ തന്നെ ട്രഡീഷണൽ ഫോറൻസിക്സും, അതായത് ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആണ്. ട്രഡീഷണൽ ഫോറൻസിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ DNA, ഹെയർ അങ്ങനത്തെയൊക്കെ കളക്ട് ചെയ്ത് ഫിസിക്കൽ എവിഡൻസസ് ഒക്കെ എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആയതുകൊണ്ട് മാത്രം ഈ ഒരു പാർട്ടിനെ മാത്രമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. സോ ദ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫസ്റ്റ് റെസ്പോണ്ടർ ആർ first one is collecting all information about the incident. So the first responder conduct preliminary interviews of all persons present at the crime scene and ask questions about the incident. And then second one is documenting all findings. So first responder starts documenting all information about the collected evidence in the chain of custody document. So നമ്മൾ already chain of custody പഠിച്ചു. ആ ഡോക്യുമെന്റിനകത്ത് എന്തൊക്കെ കാണും? കേസ് നമ്പർ കാണും, നെയിം കാണും, ആരാണ് അന്വേഷിക്കുന്നത്, ആളുടെ പേരുണ്ടായിരിക്കും, അതേപോലെ ടൈറ്റിൽ, ദെൻ പിന്നെ ലൊക്കേഷൻ കാണും, ദെൻ ഡേറ്റ് ആൻഡ് ടൈം, അങ്ങനെ ടെലിഫോൺ, അഡ്രസ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കാണും. സോ ലാസ്റ്റ് വരെ നമുക്ക് ഈ ചെയിൻ ഓഫ് കസ്റ്റഡിയിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ സോ ചെയിൻ ഓഫ് കസ്റ്റഡി നല്ല പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. Then third one is packaging and transporting the electronic evidence. So after collecting the evidence, the first responder labels all the evidence and place it in evidence storage bags. ലൈക്ക് ഫാരഡേ ബാഗ് എന്നൊക്കെ പറയും. എവിഡൻസ് സ്റ്റോറേജ് ബാഗിൽ എല്ലാം നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് and it protects from sunlight and extreme temperature. These bags also block wireless signal so that the wireless signal cannot acquire data from the evidence. So the storage bags are then transported to laboratory. So എന്നിട്ട് നമ്മൾ സ്റ്റോറേജ് ബാഗിനെ ലബോറട്ടറിയിലോട്ട് കൊടുക്കും. ഇത്രയാണ് ഫസ്റ്റ് റെസ്പോണ്ടറിൻ്റെ റോള്. നെക്സ്റ്റ് ഈസ് പൊട്ടൻഷ്യൽ പ്ലേസസ് ഓഫ് എവിഡൻസ്. സോ നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് പൊട്ടൻഷ്യൽ പ്ലേസസ് എന്ന് നമുക്ക് ഓരോ ഡിവൈസസ് അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് കിട്ടുമല്ലോ. സോ അതിനകത്ത് പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ചിലപ്പം റെലവൻ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ മോണിറ്റർ ഉണ്ട്, കീബോർഡ്, മൗസ്, ദെൻ മെമ്മറി, മദർ ബോർഡ്, അങ്ങനെ കുറേ എല്ലാ പാർട്സുകളും നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് നോക്കാം. സോ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ദെൻ എല്ലാം പെടും, ഇതിനകത്ത് എല്ലാം പെടുന്നതാണ്. ദെൻ തമ്പ്, USB ഡ്രൈവ്സ്, അതേപോലെ മെമ്മറി കാർഡ്സ്, ഫോൺ റെക്കോർഡ്സിനകത്തൊക്കെ പിടിച്ച കോൾസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കിട്ടാൻ ചാൻസസ് ഉണ്ട്. ആൻഡ് ദെൻ മെസ്സേജസിനകത്ത് നിന്ന് ചിലപ്പോൾ എന്തെങ്കിലും എവിഡൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചാറ്റ് ലോഗ്സ്, മോഡംസ്, ഫോട്ടോ കോപ്പിയർ, ഫാക്സ് മെഷീനിൽ നമുക്ക് ഫോൺ നമ്പേഴ്സ് കിട്ടും, അതേപോലെ അതിനകത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ പ്രിൻറ്റേഴ്സ് ഉണ്ട്. പ്രിൻറ്റേഴ്സിനകത്ത് നിന്ന് നമുക്ക് അതേപോലെ യൂസറിൻ്റെ ലോഗ്സ് കിട്ടും, ടൈം ആൻഡ് ഡേറ്റ് ഇൻഫർമേഷൻ, നെറ്റ്വർക്ക് ഐഡൻറ്റിറ്റി ഇൻഫർമേഷനൊക്കെ പ്രിൻറ്റേഴ്സിനകത്ത് നിന്ന് കിട്ടും. ആൻഡ് ദെൻ സ്കാനേഴ്സിൽ നമുക്കറിയാം സെയിം സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, ടൈം, ഡേറ്റ്, സ്റ്റാമ്പ്സ്, ലോഗ്സ് എല്ലാം കിട്ടും. ടെലിഫോണിനകത്ത് നിന്ന് നമുക്ക് സ്റ്റോർഡ് നെയിംസ് കിട്ടും, സ്റ്റോർഡ് ഫോൺ നമ്പേഴ്സ് കിട്ടും, കോളർ ഐഡൻറ്റിഫിക്കേഷൻ ഇൻഫർമേഷൻ എല്ലാം ടെലിഫോൺസിൽ നിന്ന് കിട്ടും. ആൻഡ് ദെൻ ഡിജിറ്റൽ ക്യാമറ ആൻഡ് ദെൻ ഹാർഡ് ഡ്രൈവ്സ് കൂടാതെ ഇതൊന്നുമല്ല, ഇത് ജസ്റ്റ് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അല്ലാതെ പേജേഴ്സ്, സ്മാർട്ട് കാർഡ്സ്, ഡോങ്കിൾ, ബയോമെട്രിക് സ്കാനേഴ്സ്, ക്രെഡിറ്റ് കാർഡ്, സ്കിമ്മേഴ്സ്, അങ്ങനെ കുറേ ഡിവൈസസ് ഉണ്ട്. Third one is preparation for the first response. So first responder has to create a toolkit before a cybercrime event happens. So that toolkit name is first responder toolkit. So the first responder toolkit is a set of tested tools designed to help in collecting genuine presentable evidence.
So that toolkit helps the first responder to understand the limitations and capabilities of electronic evidence at the time of collection. സോ അതിന് വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് നമ്മൾ പറയുന്നുണ്ട്. ടൂൾ കിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്രിയേറ്റ് എ ട്രസ്റ്റഡ് ഫോറൻസിക് കമ്പ്യൂട്ടർ ഓർ ടെസ്റ്റ് ബെഡ്. So that will be used to test the functionality of the collected tools. അതിനകത്ത് ടെസ്റ്റിംഗ് ടൈം, അതേപോലെ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഈസ് എ ട്രസ്റ്റഡ് റിസോഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ട്രസ്റ്റഡ് റിസോഴ്സ് എന്നായിരിക്കണം നമ്മൾ എടുക്കുന്നത്. ആൻഡ് ദെൻ ടു ക്രിയേറ്റ് എ ട്രസ്റ്റഡ് ഫോറൻസിക് കമ്പ്യൂട്ടർ, അതിന് നമ്മളൊരു 5 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. ടു ക്രിയേറ്റ് എ ട്രസ്റ്റഡ് ഫോറൻസിക് കമ്പ്യൂട്ടർ നമ്മൾ 5 സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് choose the operating system type, like Windows or Linux എന്ന് നമ്മൾ ചൂസ് ചെയ്യുക. ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഈസ് കംപ്ലീറ്റ്ലി സാനിറ്റൈസ് ദ ഫോറൻസിക് കമ്പ്യൂട്ടർ. അതിനകത്ത് നമ്മൾ ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ചെയ്യുക. ആൻഡ് ദെൻ എന്ത് ഡേറ്റ ഉണ്ടെങ്കിലും അതിനെ റിമൂവ് ചെയ്യുക. സോ അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ BC Viper, വിൻഡോസിൽ യൂസ് ചെയ്യുന്നതാണ് BC Viper. ആൻഡ് ലിനക്സിലാണെങ്കിൽ വൈപ്പ് യൂസ് ചെയ്യാം. സോ വൈപ്പ് ചെയ്ത് കളയാം മാക്സിമം ഡേറ്റേനെയും അതിനകത്തുള്ളതിനെ. ആൻഡ് ദെൻ തേർഡ് സ്റ്റെപ്പ് ഇസ് ഇൻസ്റ്റാൾ ദ OS. അതായത് നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് ദെൻ OS മാത്രമല്ല, നമുക്ക് വേറെ അതർ സോഫ്റ്റ്വെയർസ് ഏതെങ്കിലും ആവശ്യമുള്ളത് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക. ബട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നായിരിക്കണം. ആൻഡ് ദെൻ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് അപ്ഡേറ്റ് ആൻഡ് പാച്ച് അപ്ഡേഷൻ. അതായത് നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത ടൂൾസിൻ്റെ എല്ലാം അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് ചെയ്തു പോവുക. ആൻഡ് ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഇൻസ്റ്റാൾ എ ഫയൽ ഇൻറ്റഗ്രിറ്റി മോണിറ്റർ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു ഫയൽ ഇൻറ്റഗ്രിറ്റി മോണിറ്ററും ഉള്ളത് നല്ലതാണ്. ആൻഡ് ദെൻ ഇത്രയുമാണ് ഈ 5 സ്റ്റെപ്പാണ് ട്രസ്റ്റഡ് ഫോറൻസിക് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള 5 സ്റ്റെപ്പ്. ഫസ്റ്റ് എന്തായിരുന്നു? ചൂസ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈപ്പ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഈസ് കംപ്ലീറ്റ്ലി സാനിറ്റൈസ് ദ ഫോറൻസിക് കമ്പ്യൂട്ടർ. ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് ഇൻസ്റ്റാൾ ദ OS റിക്വയർഡ് ആൻഡ് അതർ സോഫ്റ്റ്വെയർസ് from trusted resources. And then fourth one is patch updation. And then fifth one is install a file integrity monitor. ഇത് 5 ആണ് അതിനകത്ത് വരുന്നത്. Then second step is document the details of the forensic computer. So this helps the forensic experts to easily understand the situation and tools used. So documentation അകത്ത് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഷൻ നെയിം കാണും. അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത OS ഒക്കെ ഉണ്ടല്ലോ, OSൻ്റെയൊക്കെ വേർഷൻ നെയിം, അതേപോലെ സോഫ്റ്റ്വെയർസിൻ്റെയൊക്കെ വേർഷൻ നെയിം, ടൈപ്പ് ഓഫ് ദ OS, ആൻഡ് ദെൻ ലിനക്സ്, വിൻഡോസ്, മാക് ഓർ നമ്മൾ ഡെബിനെ ഏത് ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ വേർഷൻസ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കും, ഡോക്യുമെൻറ്റ് ചെയ്യും. ആൻഡ് ദെൻ നെയിം ആൻഡ് ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ്, അതിനകത്ത് വേറെ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർസിൻ്റെ നെയിമും ടൈപ്പും, അതേപോലെ ഹാർഡ്വെയർസിൻ്റെയും, സോഫ്റ്റ്വെയർസിൻ്റെ മാത്രമല്ല ഹാർഡ്വെയർസിൻ്റെയും എല്ലാം നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യും. ആൻഡ് ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ഡോക്യുമെൻറ്റ് ദ സമ്മറി ഓഫ് കളക്റ്റഡ് ടൂൾസ്. So this allows the first responder to become more familiar with and understand the working of each tool. So അതിനകത്ത് വരുന്നത്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്വിസിഷൻ ഓഫ് ദ ടൂൾ ഉണ്ട്. പിന്നെ അതിനകത്ത് ഓരോ ടൂളിൻ്റെയും വർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കാണും. ആൻഡ് ദെൻ അതിനകത്ത് സിസ്റ്റത്തിൻ്റെ ഡിപ്പെൻഡൻസീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഡോക്യുമെൻ്റ് സമ്മറി ഓഫ് കളക്റ്റഡ് ടൂൾസിൽ വരുന്നത്. ആൻഡ് ദെൻ ഫോർത്ത് വൺ ഈസ് ടെസ്റ്റ് ദ ടൂൾസ്. So after documenting the summary of the collected tools, the investigator should test them on the forensic computer or test bed to examine the performance and output. So if he or she should examine the effects of each tool on the forensic computer, he or she should also monitor any changes in the forensic computer caused by the tools. So നമ്മൾ ആദ്യം തന്നെ എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് വേണം, ഇതെല്ലാം ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. So next is evidence collecting tools and equipments. So general crime scene tools include cameras, notepads, sketchpads, crime scene tapes, evidence forms, markers, and then documentation tools like cable tags, stick-on labels, etc. And then deassembly and removal tools like Philipsന്റെ ഹെഡ് സ്ക്രൂ ഡ്രൈവേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ഹെക്സ് നെറ്റ് ഡ്രൈവേഴ്സ്, നീഡിൽ നോസ് പ്ലയേഴ്സ്, സെക്യൂർ ബിറ്റ് ഡ്രൈവേഴ്സ്, സ്മോൾ ട്വീസേഴ്സ് യൂസ് ചെയ്യും, വയർ കട്ടേഴ്സ് യൂസ് ചെയ്യും. ആൻഡ് ദെൻ അങ്ങനെ കുറച്ച് ഡിഅസംബിൾ ആൻഡ് റിമൂവൽ ടൂൾസ് യൂസ് ചെയ്യും. ആൻഡ് ദെൻ പാക്കേജ് ആൻഡ് ട്രാൻസ്പോർട്ട് സപ്ലൈസ് ലൈക്ക് ആൻറ്റിസ്റ്റാറ്റിക് ബാഗ്സ്, ആൻറ്റിസ്റ്റാറ്റിക് ബബിൾ റാപ്പ്, എവിഡൻസ് ബാഗ്, എവിഡൻസ് ടേപ്പ്, പാക്കിംഗ് മെറ്റീരിയൽസ്, എക്സെട്ര. ആൻഡ് ദെൻ അതർ tools like gloves, hand truck,
and magnifying glass, printer paper, seizure, disk, unused floppy disk ഒക്കെ നമ്മൾ അത് നമ്മുടെ അല്ലാതെ കയ്യിൽ കാണും. And then notebook computers with licensed softwares, bootable CDs, external hard drives, network cable, and അത് യൂസ് ചെയ്യും. And then software and hardware tools like DIBSന്റെ നമ്മൾ മൊബൈൽ ഫോറൻസിക് വർക്ക് സ്റ്റേഷൻ അങ്ങനെ ആക്സസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ കിറ്റ്, അൾട്ടിമേറ്റ് ടൂൾ കിറ്റ് കിട്ടും. സോ അതൊക്കെ അതല്ലാതെ ഇനിയും സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. ദെൻ ഹാർഡ്വെയർ ടൂൾസ് ബി ലൈക്ക് പാരബൻ ഫോറൻസിക്കിൻ്റെ ഹാർഡ്വെയർ, ദെൻ ഡിജിറ്റൽ ഇൻ്റലിജൻസിൻ്റെ ഹാർഡ്വെയർ കിട്ടും, ടാബ്ലോൻ്റെ കിട്ടും, വൈബ്ടെക്കിൻ്റെ കിട്ടും, ലോജിക് ക്യൂബിൻ്റെ കിട്ടും. അങ്ങനെ കുറേ കമ്പനീസിൻ്റെ ഒരു സെറ്റായിട്ട് ഹാർഡ്വെയർസിൻ്റെ ടൂൾസിൻ്റെ ഒരു സെറ്റാണ് അവിടേക്ക് വരുന്നത്. സോഫ്റ്റ്വെയർസിൻ്റെ ഹാർഡ്വെയർസിൻ്റെ ഒക്കെ സെറ്റായിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ്ലി എല്ലാം ഒന്നും നമുക്ക് ഓരോ സ്ഥലത്തൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഒരു കിറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയാണ് എവിഡൻസ് കളക്ടിങ് ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. സോ ദ റോൾ ഓഫ് എ ഫസ്റ്റ് റെസ്പോണ്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.